അങ്ങനെ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ സണ്ണി വീഴുന്നു അറിയായിരിക്കും മനസ്സിലായത്. എനിക്കറിയില്ല ആൾക്കാർ ഈ സണ്ണിയുടെ രൂപം പൂജാമുറി വെച്ച് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ പിന്നെ നല്ല സുഹൃത്താണ് സണ്ണി. അപ്പോൾ അത് കാരണം ദൈവമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലെന്തായാലും സണ്ണി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലാണ്ട് സണ്ണിയോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. എനിക്കറിയില്ല. ചിലപ്പം എനിക്ക് കണ്ടാൽ ചിലപ്പം രണ്ടുമൂന്ന് പേര് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചു സണ്ണിയെ തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്കും. അത് തിയേറ്ററിൽ ആ ഗ്രേസ് അല്ലെങ്കിൽ ആ ഓറ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. സോ അങ്ങനെ സംഭവിക്കാനുള്ളത് ചിലപ്പം പറയാൻ പറ്റില്ല. ബോളിവുഡ് സിനിമകളിൽ ജീസസ് ആയിട്ട് അഭിനയിച്ചോട്ടെ ആ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഫോട്ടോ അതേ ഫോട്ടോ എടുത്ത് ഈ വെള്ളിയാഴ്ച ആ സമയങ്ങളിലൊക്കെ ചിലർ സ്റ്റാറ്റസ് ഇടാറുണ്ട്. സഞ്ജയ് ഫോട്ടോ ഒക്കെ ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ട് ആ രീതിയിലൊരു സംഭവിക്കാം. അത് പറയാൻ പറ്റില്ല. അത് സംഭവിച്ചുകൂടായികയില്ല, സംഭവിക്കില്ല. നമ്മൾ തിയേറ്ററിന് പുറത്തു പോകുമ്പോഴായാലും ആൾക്കാർ ദൈവമേ എന്നെ അനുഗ്രഹിക്കൂ ആ രീതിയിലാണ് ഈ സൺഡേ അഡ്രസ് വരെ ചെയ്തത്. നമ്മളെന്നെ കണ്ടിട്ട് അത് വർക്കായി. പക്ഷെ ഇപ്പം കുറച്ച് നാൾ മുന്നേ നോക്കുമ്പോൾ OTT റിലീസ് ഒരു 3 മാസത്തിന് ശേഷമായിരിക്കും, തിയേറ്ററിൽ റിലീസായി ഒരു 3 മാസത്തിന് ശേഷമായിരിക്കും OTT യിൽ വരും. പക്ഷെ ഇപ്പം അതേ മാസം തന്നെ OTT യിൽ പടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഓൾറെഡി ഇപ്പം പ്രേക്ഷകർക്കാണെങ്കിലും ഓക്കെ ഇത് തിയേറ്ററിൽ പോകേണ്ട, ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞാൽ OTT വരും. ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഇപ്പൊ ഓഡിയൻസ് മാറിയതായിട്ട് തോന്നുന്നു. മുന്നിതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിലല്ലോ ഇത് അല്ലേ. ഞാനൊരു ആക്ടറാണ്. ഇപ്പം ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. പ്രൊഡ്യൂസർ എന്നുള്ള പേരേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പ്രൊഡക്ഷനിൽ എന്ത് വേണമെന്നുള്ളത് എനിക്ക് വലിയ വ്യക്തമല്ല. ഐ മീൻ എത്ര രൂപ ആയെന്നൊക്കെ ഉള്ളത് അറിയാം. അല്ലാണ്ട് ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഒരു സാധനം ഒരു പിന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ പോയി അത് കുറച്ച് വിലയ്ക്ക് മേടിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്ക് ടീം ഉണ്ടായിരുന്നു, അവരൊന്നും ചെയ്തോണ്ടിരുന്നത്. ഞാൻ എൻ്റെ അഭിനയത്തിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടോ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അത്രേ നമുക്ക് നടക്കുള്ളൂ അല്ലേ? രീതിക്കുണ്ടായ ഒരു മാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആസ്വാദന രീതി എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ പടമില്ലായിരുന്നു ഞാൻ ഉറപ്പായിട്ട് ചോട്ടാമുമ്പേക്ക് പോകും. ചോട്ടാമുമ്പ് ഞാൻ ഓൾറെഡി കണ്ട പടമാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമയാണത്. അപ്പോൾ ഉറപ്പായിട്ടും ഇന്നിപ്പോൾ പുതിയ കളർ ഗ്രേഡിങ്ങിലും പുതിയ സൗണ്ട് എഫക്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും അതൊന്ന് അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും. അപ്പം ഫസ്റ്റ് ചോയ്സ് എപ്പോഴും അതായിരിക്കും. ഇന്നിപ്പോൾ എൻ്റെ സിനിമ റിലീസ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് കാണാൻ വേണ്ടി പോയത്. അതർവൈസ് അത് ബട്ട് നാച്ചുറൽ അല്ലേ. നമ്മൾ പണ്ട് ഇഷ്ടപ്പെട്ട ഒരു പടം, അതും ലാലേട്ടൻ്റെ പോലത്തെ ഒരു ലെജൻഡിൻ്റെ പടമൊക്കെ വരുമ്പോഴത്തേക്കും ഓൾറെഡി ഹിറ്റായ എത്രയോ നാളോടിയ പടം അത് വീണ്ടും നമുക്കൊരു പുതിയ രൂപത്തിൽ വരുമ്പോൾ ആ പുതിയ രൂപത്തിൽ എങ്ങനെയാണ് വന്നിരിക്കണമെന്ന് കൂടെ അറിയാൻ വേണ്ടി ഡെഫിനറ്റ് നമുക്കൊരു ഇത് കാണില്ല. അപ്പം അത് അങ്ങനെയാണത്. നാച്ചുറലി ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ എങ്കിലും ഈ പറയുന്ന പോലെ തിയേറ്ററിൽ വർക്കാവാത്ത പടങ്ങൾ പിന്നീട് OTT യിൽ വർക്കാവുന്നുണ്ട്. പിന്നെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സിനിമകൾ തിയേറ്ററിൽ വർക്കാതെ പോകുന്നുണ്ട്. അപ്പം ഓഡിയൻസ് ഓൾറെഡി ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആണ്, ഏത് സിനിമ പോയി കാണണം അല്ലെങ്കിൽ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമ. ഓഡിയൻസിന് ആക്ച്വലി കൺഫ്യൂഷൻ ഒന്നുമില്ല. അവർ ഓൾറെഡി തീരുമാനം എടുത്ത് കാണും ഏത് സിനിമ കാണുന്നത് കാണാത്തതും. ഓഡിയൻസ് ആർ നോട്ട് കൺഫ്യൂസ്ഡ്. നമ്മൾ ഒരു പാക്കേജായിട്ട് എങ്ങനെയാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അതിൽ ഡിപ്പെൻഡ് ചെയ്യും. മൗത്ത് പബ്ലിസിറ്റി ഇപ്പം നമ്മുടെ ടൂറിസ്റ്റ് ഹോം പോലത്തെ പടങ്ങൾ ആദ്യം കളക്ഷൻ ഇല്ലായിരുന്നു, പിന്നെ അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അത് വളരെ റെയറായിട്ട് ഇപ്പം സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചില സിനിമകളൊക്കെ കിട്ടുന്നുണ്ട്. ഒരാഴ്ച വരെ ആളില്ലായിരുന്നു, പിന്നെ ഉടനെ പിന്നെ പെട്ടെന്ന് തന്നെ കയറി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലാസ്മേറ്റ്സ് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ ദിവസം അത്രയും തിരക്കില്ലായിരുന്നു, പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര ഹിറ്റായി. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഓർമ്മയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതിനുള്ളൊരു സ്പേസ് ഇല്ല. ആ സ്പേസാണ്, അതായത് ഈ 2 ദിവസം കഴിഞ്ഞിട്ട് ഹിറ്റാകുന്ന അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കളക്ഷൻ വരുന്നൊരു സ്പേസിലേക്കാണ് ഇപ്പോൾ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ അവിടെ ഐ മീൻ കൂടുതലും OTT ബിക്കോസ് നമ്മുടെ സമയം അനുസരിച്ച് അത് കാണാം.
സോ യാ. പക്ഷേ അപ്പം ഈ കോമഡി റോളൊക്കെ വളരെ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ഇമോഷണൽ രംഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇമോഷണൽ രംഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ? എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ റോൾസാണ് കുറച്ചുകൂടി ഇഷ്ടം. കുറച്ച് സീരിയസ് പരിപാടികൾ കോമഡി ഇഷ്ടമല്ല, കോമഡിയെ കുറച്ചുകൂടി പാടാന്ന് തോന്നുന്നു. എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാനിവിടെ സ്റ്റോറി എൻ്റെ അടുത്ത് നരേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ആ ക്യാരക്ടർ കടന്നു പോകുന്നൊരു പരിപാടി എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് മെയിൻലി അത് ചെയ്യാനുള്ളൊരു ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏകദേശം എൻ്റെ ഏജല്ല, എന്നെ കുറച്ചുകൂടി എൻ്റെ അനിയൻ്റെ ഏജുള്ളൊരു ക്യാരക്ടറായിരിക്കും ഈ സിനിമയിലുള്ളത്. അപ്പോൾ ആ പ്രായത്തിൽ കുറേ പേരിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനുള്ളത്. പക്ഷേ ഒരുപാട് നമ്മുടെ ഉള്ളിൽ നന്മകളുണ്ട്. പക്ഷേ പ്രായത്തിൻ്റെ ആ ടൈമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തെങ്കിലും വഴിറ്റി പോകുന്ന ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ നമുക്ക് ഒരുപാട് നന്മകളും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ്. ആ ഒരു ക്യാരക്ടർ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്, പ്രായത്തിൻ്റെതായ ആ പ്രായത്തിൽ സംഭവിക്കുന്നൊരു തെറ്റ് പോലെ. അപ്പോൾ അത് തന്നെയായിരുന്നു എനിക്ക് മെയിൻലി ആ ഒരു ക്യാരക്ടറുടെ മോഷൻ കിട്ടാനുള്ളത്. പിന്നെ സൈഡ് ഒപ്പമായിരുന്നു കൂടുതലും പരിപാടികൾ. അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു. പുള്ളിയുടെ ഒപ്പം ഉള്ള കോമ്പിനേഷൻ സീൻസൊക്കെ എനിക്ക് ഭയങ്കര രസമായിരുന്നു.